So good morning. So അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ആണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫിൽറ്റേഴ്സ് ആണ്. അതായത് ഫിൽറ്റേഴ്സ് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ് വഴി എങ്ങനെ നമുക്ക് ഇമേജ് എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഫിൽറ്റർ നോക്കാം. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ഓർ മെറ്റീരിയൽ ഫോർ സപ്രസിങ് ഓർ മിനിമൈസിങ് വേവ്സ് ഓർ ഓസിലേഷൻസ് ഓഫ് സർട്ടൻ ഫ്രീക്വൻസി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ലോ പാസ് ഫിൽറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ passing the low frequency components and suppressing the high frequency component. അതാണ് നമ്മൾ ലോ പാസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹൈ പാസ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഹൈ പാസ് ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ they will be passing high frequency components and it will be suppressing the low frequency component. സോ നമുക്ക് ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ഫിൽറ്റേഴ്സ് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലോ പാസ് ഫിൽറ്റേഴ്സ് ഹൈ പാസ് ഫിൽറ്റേഴ്സും ഉണ്ട്. അപ്പോൾ filtering in frequency domain consists of modifying the Fourier transform of image and then computing the inverse transform to obtain the present result. അതായത് if you are given a digital image f of xy എന്നൊരു ഡിജിറ്റൽ ഇമേജ് സൈസ് m/1 ഉണ്ടെങ്കിൽ ബേസിക് ഫിൽറ്ററിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് g of xy is equal to IDFT, അതായത് ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് h of uv into f of uv. അതായത് h of uv എന്ന് പറയുന്നത് നമ്മുടെ ഫിൽറ്റർ ആണെങ്കിൽ f of uv എന്ന് പറയുന്നത് നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം ഇമേജ് ആണ്. ദാറ്റ് ഈസ് f of uv is the DFT of the input image. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഫിൽറ്ററിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പറഞ്ഞു ബേസിക്കലി നമുക്ക് 2 types ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ലോ പാസ് ഫിൽറ്റേഴ്സും ഹൈ പാസ് ഫിൽറ്റേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലോ പാസ് ഫിൽറ്റേഴ്സിന് നമ്മൾ സ്മൂത്തനിങ് ഫിൽറ്റേഴ്സിനും ഹൈ പാസ് ഫിൽറ്റേഴ്സിന് നമ്മൾ ഷാർപ്പനിങ് ഫിൽറ്റേഴ്സിനും പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്മൂത്തനിങ് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ലോ പാസ് ഫിൽറ്റേഴ്സ് ചെയ്യുന്നത്? ദേ ആർ സപ്രസിങ് ദി ഹയർ ഫ്രീക്വൻസി കണ്ടൻറ്റ്സ് ആൻഡ് ദേ ആർ പാസിങ് ഓൺലി ദി ലോ ഫ്രീക്വൻസി കണ്ടൻറ്റ്. അതായത് ഹയർ ഫ്രീക്വൻസി കണ്ടൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമേജിലെ എഡ്ജ് ആൻഡ് ഷാർപ്പ് ഇൻറ്റൻസിറ്റി ട്രാൻസിഷൻസ് അതിനെയെല്ലാം സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ലോ പാസ് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ സ്മൂത്തനിങ് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ്. അപ്പോൾ ഈ സ്മൂത്തനിങ് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സിൻ്റെ അടിയിൽ വരുന്നതാണ് ഐഡിയൽ ലോ പാസ് ഫിൽറ്റേഴ്സ്, ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്റേഴ്സ് ആൻഡ് ഗോസിയൻ ലോ പാസ് ഫിൽറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ? അപ്പോൾ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു, ഈ പാസ് ഓൺലി ലോ ഫ്രീക്വൻസി കമ്പോണൻറ്റ് ആൻഡ് ഇറ്റ് വിൽ ഹൈഡ് ദി ഹൈ ഫ്രീക്വൻസി ഓർ ഇറ്റ് വിൽ സപ്രസ് ദി ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ഇതൊരു ഐഡിയൽ ലോ പാസ് ഫിൽറ്ററാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിവിടെ ഇപ്പോൾ ഓക്കെ ദാറ്റ് ഈസ് ഇതാണ് a 2-dimensional low pass filter that passes without attenuation all frequencies within a circle of radius d0 from the origin and cut off all the frequency outside this circle is called an ideal low pass filter. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഫ്രീക്വൻസി ഒരു സിഗ്നൽ ആണെങ്കിൽ സപ്പോസ് ഇവിടെയാണ് നമ്മുടെ ആ കട്ട് ഓഫ് ഡിസ്റ്റൻസ് വരുന്നത്. d0 ആണ് നമ്മുടെ കട്ട് ഓഫ് ഡിസ്റ്റൻസ്. സോ ഈ ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ലോ പാസ് ഫിൽറ്റർ അതിൻ്റെ അർത്ഥം ഇറ്റ് വിൽ പാസ് ഓൾ ദി ഫ്രീക്വൻസി ബിലോ ദിസ് കട്ട് ഓഫ് ഡിസ്റ്റൻസ് d0. അതായത് ഈ എല്ലാ ഫ്രീക്വൻസിനെയും ഇറ്റ് വിൽ പാസ്, ബട്ട് ഇറ്റ് വിൽ കട്ട് ദി ഫ്രീക്വൻസീസ് എബവ് d0. അതാണ് ആക്ച്വലി ദിസ് ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ ചെയ്യുന്നത്. ഇറ്റ് വിൽ പാസ് ദി ലോ ഫ്രീക്വൻസീസ്. അതായത് ഈ കട്ട് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d0 ആണ്. d0 ഇസ് എ റേഡിയസ്. d0 ആണ് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾ ദി ഫ്രീക്വൻസീസ് ബിലോ ദി d0 ആർ പാസ്ഡ് ആൻഡ് ഓൾ ദി ഹൈ ഫ്രീക്വൻസി ദാറ്റ് ഈസ് എബവ് d0 ഉള്ള ഫ്രീക്വൻസി എല്ലാം അത് സപ്രസ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. സോ ഇതാണ് ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ. ഒരു ഐഡിയൽ ലോ പാസ് filtering equation h of u v equal to 1
if d of uv less than or equal to d0. That is, it means it will pass all the frequencies if it is above the cutoff distance d0, and the h of uv will be 0. It means it will suppress all the frequency which is above the cutoff distance d0. Okay. duv it is it is a point in that particular signal, and duv is a distance between the points u and v. So d of uv u minus p by 2 whole square plus v minus q by 2 the whole square. പിന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോഴാണ് we will get the distance between the point u and v. Okay, so ഇപ്പോൾ ഇത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒറിജിനൽ ഇമേജ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ ഓഫ് റേഡിയസ് 15 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫിൽറ്റേർഡ് ഇമേജ് കിട്ടും. സപ്പോസ് നമ്മൾ ആ റേഡിയസ് കൂട്ടുകയാണ്, അതായത് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി കൂട്ടുന്നതോടെ എന്താണ് സംഭവിക്കുന്നത്? വി വിൽ ഗെറ്റ് മോർ ക്ലിയറർ ഇമേജ് അല്ലേ. അതുപോലെ തന്നെ ഇഫ് സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി റേഡിയസ് 5 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലേർഡ് ഇമേജാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേഡിയസ് കൂട്ടുന്നതോടെ എന്ത് സംഭവിക്കും? വി വിൽ ഗെറ്റ് മോർ ക്ലിയർ ഇമേജ് അല്ലേ. റേഡിയസ് 230 ആയി കഴിയുമ്പോൾ വി will get a more clearer image. So ഇതാണ് നമ്മളൊരു ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്റർ ഉണ്ട്. അതും പാസ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി ആണ്, അത് കട്ട് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: h of uv equals 1/1 plus d of uv divided by d0 all raised to 2 raised to n. അപ്പോൾ ഇതിൻ്റെ ഒരു n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഓർഡർ. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് ഈ എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3 അങ്ങനെ ആവാം. സോ ഈ എന്നിൻ്റെ വാല്യൂ ഈ എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും ദിസ് ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്റർ ഇറ്റ് വിൽ ജസ്റ്റ് ആക്ട് ലൈക്ക് എ ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ. സോ ഈ ട്രാൻസ്ഫർ ഫങ്ഷൻസ് ഓഫ് ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്റർ ഒക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. സോ ഇതാണ് ഒരു ബട്ടർവർത്ത് ഫിൽറ്റർ ഓഫ് ഓർഡർ 2 ആൻഡ് കട്ട് ഓഫ് റേഡിയസ് 15 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ്. ഈ ഒറിജിനൽ ഇമേജ് നമുക്ക് കിട്ടുന്ന, അതായത് നമ്മൾ ഈ ഒറിജിനൽ ഇമേജിൽ ഒരു ബട്ടർവർത്ത് ഫിൽറ്ററിങ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് ഇതാണ്. അതുപോലെ ഇപ്പം നമ്മൾ റേഡിയസ് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മോർ ക്ലിയറർ ഇമേജ് കിട്ടും. അതുപോലെ തന്നെ ഈ കേസുകൾ അങ്ങനെയാണ്, നമുക്ക് ആ കട്ട് ഓഫ് റേഡിയസ് കൂട്ടുന്തോറും വി വിൽ ഗെറ്റ് മോർ ക്ലിയറർ ഇമേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ലോ പാസ് ഫിൽറ്ററാണ് ഗോസിയൻ ലോ പാസ് ഫിൽറ്റർ. അത് ഒരു കൈൻഡ് ഓഫ് സ്മൂത്തനിങ് ഫിൽറ്ററാണ്. അതിൻ്റെ ഇക്വേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് h of uv equals e raised to minus d square uv by 2 d0 സ്ക്വയർ. അപ്പോൾ ഇതാണ് ഒരു ഗോസിയൻ ലോ പാസ് ഫിൽറ്ററിൻ്റെ. ഗോസിയൻ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജസും നമുക്ക് മനസ്സിലാക്കാം. വി വിൽ ഗെറ്റ് എ ഇമേജ് വിത്ത് ലെസ് നോയ്സ് അല്ലേ. ഇനി we can use this Gaussian low filters and applications, and we can remove the blemishes in the photograph using these Gaussian low pass filters. So അതിനങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. അതായത് ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഗെറ്റ് ദി എഡ്ജസ് ആൻഡ് ഫൈൻ ഡീറ്റെയിൽസ് ഇൻ എൻ ഇമേജ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ allow the high frequency components and it will suppress the low frequency component. അതായത് എഡ്ജസും അങ്ങനത്തെ ഫൈൻ ഡീറ്റെയിൽസിനെല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഷാർപ്പനിങ് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ വരുന്നതാണ് ഐഡിയൽ ഹൈ പാസ് ഫിൽറ്റേഴ്സും ബട്ടർവർത്ത് ഹൈ പാസ് ഫിൽറ്റേഴ്സും ഗോസിയൻ ഹൈ പാസ് ഫിൽറ്റേഴ്സും. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഐഡിയൽ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു അവർ ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ. അതായത് ഇവിടെ എന്താണ് ചെയ്തത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ D0 ആണ് അതിൻ്റെ കട്ട് ഓഫ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഐഡിയൽ ഹൈ പാസ് ഫിൽറ്റർ എന്ത് ചെയ്യും? ഇറ്റ് വിൽ പാസ് ഓൾ ദി ഫ്രീക്വൻസീസ് എബവ് ദിസ് കട്ട് ഓഫ് ഡിസ്റ്റൻസ്. അതായത് ഈ ഫ്രീക്വൻസിയിലേക്ക് അത് പാസ് ചെയ്യും. ബട്ട് ഇറ്റ് വിൽ നോട്ട് അലൗ ദീസ് ലോ ഫ്രീക്വൻസീസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. H of uv equal to 1 if D of uv greater than D0. ഈ കട്ട് ഓഫ് ഡിസ്റ്റൻസിന് മുകളിലുള്ള ഫ്രീക്വൻസിനേക്ക് അത് പാസ് ചെയ്യും. ബട്ട് ഇറ്റ് വിൽ നോട്ട് allow the frequency which is below this D0. അതാണ് ഇവിടെ H of uv 0 ആയിരിക്കുന്നത്. ഇറ്റ് മീൻസ് it will not pass the low frequencies. ഓക്കെ, സോ അതാണ് ഐഡിയൽ ഹൈ പാസ് ഫിൽറ്റർ ചെയ്യുന്നത്. സോ നമുക്കൊരു ഐഡിയൽ ഹൈ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ നമ്മുടെ കട്ട് ഓഫ് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? വി വിൽ ഗെറ്റ് മോർ ഷാർപ്പൺ ഇമേജ്. ഓക്കെ, ഇനി അതുപോലെ ബട്ടർവർത്ത് ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്. ബട്ടർവർത്ത് ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: H of uv equals 1 divided by 1 plus D0 by D of uv all raised to 2n. So n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഓർഡർ ആൻഡ് D0 ഇസ് ദ കട്ട് ഓഫ് ഡിസ്റ്റൻസ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് മോർ ഷാർപ്പൻഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. നമ്മുടെ കട്ട് ഓഫ് ഡിസ്റ്റൻസ് കൂടുന്തോറും വാട്ട് വി ആർ ഗെറ്റിംഗ് ഇസ് ദ മോർ ഷാർപ്പൻഡ് ഇമേജ്. ഓക്കെ, it will highlight the edges and the fine details in the image. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസിയൻ ഹൈ പാസ് ഫിൽറ്റർ ആണ്. ഇത് ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. ഗോസിയൻ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഇക്വേഷൻ ആണ് H of uv equals 1 minus e raised to minus d square uv by 2d0 square. ഓക്കെ, ഇതാണ് ഗോസിയൻ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ആ കട്ട് ഓഫ് ഡിസ്റ്റൻസ് കൂടുന്തോറും we will get more sharpened image and it will concentrate more on the more fine details. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഫിൽറ്റേഴ്സ് ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ. ഇനി നമുക്ക് ഹോമോമോർഫിക് ഫിൽറ്ററിങ് അല്ലെങ്കിൽ ഹോമോമോർഫിക് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതായത് ഒരു ഇമേജ് നമുക്ക് ഇമേജ് എഫ് ഓഫ് എക്സ് വൈ ക്യാൻ ബി എക്സ്പ്രസ് ആസ് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഇലുമിനേഷൻ. ഐ ഓഫ് എക്സ് വൈയും ആർ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻറ്റ്. അതായത് ഇമേജ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് 2 components, that is illumination component and reflectance component. അങ്ങനെ രണ്ട് ടേംസിൽ നമുക്കൊരു ഇമേജിന് എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ വി കനോട്ട് അപ്ലൈ ദിസ് discrete Fourier transform to this illumination and reflective components. So അങ്ങനെ ഒരു കേസ് വരുമ്പോഴാണ് we are using homomorphic filtering. ഓക്കെ, അപ്പോൾ ഹോമോമോർഫിക് ഫിൽറ്ററിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് we have to apply the logarithm. Then we have to find the forward Fourier transform. Then we have to do the linear processing. Then we do the inverse Fourier transform. Then we will find the exponential to get the output image. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ് ഇൻ ഹോമോമോർഫിക് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഹോമോമോർഫിക് ഫിൽറ്ററിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ഒരു ഇലുമിനേറ്റഡ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആഫ്റ്റർ പെർഫോമിങ് ദി homomorphic filters or after applying the homomorphic filter we will get such a illuminated image. Okay, thank you.